എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹെബി ജോൺ പണ്ടാത്തി. പൂനെയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് യാത്ര തുടങ്ങുകയാണ്. മഹാരാഷ്ട്രയുടെ മനോഹരമായ ഒരു മെട്രോ സിറ്റിയാണ് പൂനെ. പൂനെയിലെ ചില സ്ഥലങ്ങൾ നമുക്കൊന്ന് ബൈക്കിൽ ചുറ്റിക്കണ്ടുവരാം. രണ്ട് സൈഡിലുമുള്ള വലിയ കെട്ടിടങ്ങളെ കീറിമുറിച്ച് കടന്നു പോകുന്ന ഒരു വലിയ ഫ്ലൈ ഓവറാണിത്. രാത്രിയിൽ കാണാൻ ഇതിലും നല്ല ഭംഗിയാണ്. ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഓരോ യാത്രയും ഓരോ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. സഞ്ചരിച്ച ദൂരത്തേക്കാൾ സഞ്ചരിക്കാനിരിക്കുന്ന ദൂരമാണ് പ്രധാനം. ഒരു വലിയ ഷോപ്പിംഗ് മോളാണിത്. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും ഷോപ്പുകൾ ഇതിനകത്ത് ഉണ്ട്. പിംപിരി ചിഞ്ചുവാഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഓഫീസ് കെട്ടിടമാണിത്. പിംപിരി ചിഞ്ചുവാഡ്, അക്കുടി, ബോസരി എന്നീ 3 വ്യാവസായിക സ്ഥലങ്ങളെ ഒന്നിപ്പിച്ച് 1982 ഈ മുനിസിപ്പാലിറ്റി രൂപീകൃതമായി. ഇത് ഡോക്ടർ അംബേദ്കർ സ്മാരകം. അദ്ദേഹത്തെ പറ്റിയുള്ള പല ലിഖിതങ്ങളും ഇതിനുള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മെട്രോ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഒരു വർഷമായി വെയിൽ കൊണ്ട് കിടക്കുന്ന ഇത് 2020 ഏപ്രിൽ മുതൽ ഈ റൂട്ടിൽ ഓടിത്തുടങ്ങേണ്ടതായിരുന്നു. എന്നാൽ കൊറോണ അതങ്ങ് മുടക്കി. 2021 ഓടിത്തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. പൂനെയിലെ ഗാർബേജ് കളക്ഷൻ നടത്തുന്ന പ്രൈവറ്റ് കമ്പനിയായ അഡാർ പൂനെവാലയുടെ വണ്ടിയാണ് ഈ പോകുന്നത്. പൂനെ മുഴുവനും 200 വാഹനങ്ങളും മെഷീനുകളും 400 വർക്കേഴ്സും ദിവസവും ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും മെട്രോ സ്റ്റേഷൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുകയാണ്.
CME, അതായത് കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ്, പൂനെയുടെ പകുതി ഭാഗവും മിലിറ്ററിയുടെ പ്രധാന ആസ്ഥാനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. ഈ പള്ളിയെ മറ്റൊരു വേളാങ്കണ്ണി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസം 1 മുതൽ 8 വരെ നടക്കുന്ന 8 നോയമ്പിന് 8 ദിവസവും ഭക്തിനിർഭരമായ പെരുന്നാൾ നടക്കുന്നു. തങ്ങളുടെ ഉദ്ദേശ സാധ്യത്തിന് ജനങ്ങളുടെ വൻ തിരക്കാണ് ആ സമയത്ത് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ വരുമ്പോൾ നാട്ടിൽ ഒരു പെരുന്നാൾ കൂടിയ അനുഭവമാണ് ഉണ്ടാകുന്നത്. വഴിയുടെ വശങ്ങളിലും കടകളും കച്ചവടക്കാരും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടവും കാണാം. ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ കാണുന്നതാണ് വാർ സെമിട്രി. 1-ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട 629 പട്ടാളക്കാരുടെയും 2-ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട 1668 പട്ടാളക്കാരുടെയും കല്ലറകളാണിത്. എന്ത് വൃത്തിയായാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. ഒരു കരിയില പോലും വീഴാൻ സമ്മതിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇതിൻ്റെ അധികൃതർ ഇത് പരിപാലിക്കുന്നത്. രണ്ട് മൂന്ന് വർഷത്തിന് മുൻപുണ്ടായ വെള്ളപ്പൊക്കത്തിൽ താഴെ കാണുന്ന പാലത്തിന് മുകളിൽ വെള്ളം കയറിയതാണ്. ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുതിയ പാലത്തിൽ കൂടെയാണ്. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ വലിയ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ജീവിതം ചെറുതാണ്. മുന്നിലുള്ള സ്വപ്നങ്ങൾക്ക് തീവ്രത നൽകി മുൻപോട്ട് നമുക്ക് സഞ്ചരിക്കാം.
ഈ കാണുന്നത് ഒരു വലിയ ബണ്ടാണ്. പൂനെ സിറ്റിയുടെ വിരിമാറിലൂടെ ഒഴുകുന്ന ഒരു നദിക്ക് കുറുകെ കെട്ടിയിട്ടുള്ള ഈ ബണ്ടിന് 5 ഷട്ടറുകളാണുള്ളത്. ബണ്ട് ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്. ഇതിന് അപ്പുറത്തെ വലിയൊരു ഉദ്യാനവുമുണ്ട്. പൂനെയുടെ മറ്റൊരു ഭാഗത്തേക്കുള്ള മെട്രോയുടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. ഈ പ്രാവിൻകൂട്ടങ്ങളെ കണ്ടോ, എന്ത് രസമായിരിക്കുന്നില്ലേ? സന്ദർശകരാണ് അതിനുള്ള തീറ്റ നൽകുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റ് സ്ഥലങ്ങൾ കാണാം.